ഇന്ന് നമ്മൾ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളി ചീരമുട്ടം ഫാം ആൻഡ് നഴ്സറിയിലാണ്. നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങൾ പരിചയപ്പെടാം. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് പലതരം വെറൈറ്റീസ് ആയിട്ടുള്ള ചെടികളും അതുപോലെ ഫ്രൂട്ട്സും ഉള്ള ഒരു സ്ഥലമാണ്. ഇവിടെ ഒരു ബൊഗെയിൻവില്ലയുടെ ഒരു സ്പെഷ്യൽ കളക്ഷൻ തന്നെയാണ് ഉള്ളത്. അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പൊ ഞാൻ ഇങ്ങനെ പോയപ്പോൾ ഇതിനകത്ത് കണ്ടെന്ന് പറഞ്ഞാൽ മരമുന്തിരിയാണ്, നമ്മുടെ ജബോട്ടിക്ക. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ തടിയേലാണ് ഇതിന്റെ ഫ്രൂട്ട് ഉണ്ടാവുന്നത്. നമ്മൾ സാധാരണ മുന്തിരി നമുക്കറിയാം വള്ളിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇത് ചെറിയ മരം, ചെറിയ കുറ്റിച്ചെടിയൊക്കെ പോലാണ് നിൽക്കുന്നത്. നമുക്ക് തറയിൽ നട്ടു വെക്കാവുന്നതാണ്. ഇതിന്റെ ടേസ്റ്റ് അതുപോലെ തന്നെ മധുരവും നല്ല പോലെ ഉണ്ട്. നമ്മളിങ്ങനെ ജാറൊക്കെ കട്ട് ചെയ്ത് അതിൽ നമുക്കിത് നടാവുന്നതാണ്. ഒരുപാട് പൊക്കം വെക്കത്തില്ല, കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് വീണ്ടൊക്കെ അടുത്ത് വെക്കാവുന്നതാണ്. പിന്നെന്ന് പറയുന്നത് ബ്രസീലിയൻ മൽബറിയാണ്. നമുക്ക് സാധാരണ മൽബറി അറിയാം, സാധാരണ ചെറിയ മൽബറിയാണ്. ഇത് അങ്ങനെയല്ല, ഇതൊരു 5 ഇരട്ടി, സാധാരണ മൽബറിയെക്കാട്ടിൽ ഒരു 5 ഇരട്ടി എങ്കിലും വലിപ്പം കാണും. നീളത്തിലാണ് ഇത് കാണുന്നത്, കണ്ടില്ലേ? അതുപോലെ തന്നെ ഇതിന്റെ ടേസ്റ്റും മധുരവും അതുപോലെ തന്നെ കൂടുതലാണ് നമ്മുടെ സാധാരണ മൽബറിയെക്കാട്ടിലും. സാധാരണ മൽബറിക്ക് ചെറിയൊരു പുളിയൊക്കെ ഉണ്ടല്ലോ, ഇനി മധുരമാണ്. വലിപ്പമാണ് ഇതിന്റെ മെയിൻ എന്ന് പറയുന്നത്. രണ്ടും ബ്രസീലിലെ തന്നെ സാധനങ്ങളാണ്. ഇനി ഇവിടെ നടക്കുന്നതെന്ന് പറയുന്നത് ഒരു ഫെസ്റ്റ് ആണ് നടക്കുന്നത്. ബൊഗെയിൻവില്ലയുടെ ഒരു 250 പരം വെറൈറ്റീസ് ഇവിടെ ഉണ്ട്. അതിന്റെ ഫെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഇതുവഴി പോയപ്പോൾ ഈ വീഡിയോ ചെയ്യാമെന്ന് ഓർത്തു. ഇതുമായിട്ട് ആൾക്കാർക്ക്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും കുറെ പേർക്ക് കാണുമല്ലോ ഫ്ലവേഴ്സ് കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നവർ, വീട്ടിൽ ഗാർഡൻ ചെയ്യണമെന്ന് താല്പര്യമുള്ളവര്, ഫ്ലവേഴ്സ് മാത്രമായിട്ട് വെക്കണം, അല്ലെങ്കിൽ ചെറിയ രീതിയിൽ ഗാർഡൻ സെറ്റ് ചെയ്യണം, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇവിടെ വരുന്ന ഒരു നല്ല ഇതായിരിക്കും. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് വെറൈറ്റി സാധനമുണ്ട്. നമുക്ക് ഏതെടുക്കണമെന്ന് ഡൗട്ടായിപ്പോ, എല്ലാം കൂടെ ഒന്ന് വാങ്ങിച്ചാലോ നമുക്ക് തോന്നിപ്പോ. അതുപോലെ എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട്.